Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 33. രചനയും അവതരണവും രഘുദാസ് കട്ടുങ്കൽ. പോലീസ് ജീപ്പിൽ നിന്നിറങ്ങി ഗേറ്റ് കടന്നു വരുന്ന ദേവനെ കണ്ടതും ഗൗരിയുടെ മുഖം കാർമേഘമൊഴിഞ്ഞ ആകാശം പോലെ അങ്ങ് തെളിഞ്ഞു. അല്പം മുൻപ് വിലാസിനിയമ്മ പറഞ്ഞു പോയ വാക്കുകൾ സൃഷ്ടിച്ച് വിങ്ങലുകൾക്കിടയിൽ എവിടെയോ ചുണ്ടിലും കണ്ണുകളിലും നിറയെ പുഞ്ചിരിയുമായി വരുന്ന ആ കാക്കി കുപ്പായക്കാരനെ കണ്ടപ്പോൾ അവൾക്കൊരു സുഖം അനുഭവപ്പെട്ടു. അവളുടെ മുഖത്തെ ആ മാറ്റം കണ്ടുകൊണ്ടാണ് ദേവൻ അരികിലേക്ക് എത്തിയതും. അവൻ മുഖം ചുളിച്ചു പിടിച്ച് എന്നാൽ പുഞ്ചിരി വിട്ടു മാറാതെ അവളെ അടിമുടി ഒന്ന് നോക്കി. എന്താ ഗൗരികുട്ടിയെ, മുഖത്ത് വല്ലാത്തൊരു പ്രകാശമൊക്കെ. ഞാൻ വരുമ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന എന്റെ പെണ്ണിനെ കാണേണ്ടി വരുമെന്ന് കരുതിയത്. അപ്പുറത്തു നിന്നും അമ്മ വന്നിരുന്നു ദേവേട്ട. അവൾ പുഞ്ചിരിയോടെ തന്നെ മറുപടി നൽകി. അമ്മയോ? ദേവന്റെ മുഖത്ത് ആശ്ചര്യം. അതോടൊപ്പം അവന്റെ നെറ്റിയിൽ നേരിയൊരു ചുളിവും വീണു. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? അവന്റെ ശബ്ദത്തിൽ ആകാംക്ഷയും ഒപ്പം ചെറിയൊരു ഭയവും ഉണ്ടായിരുന്നു. അമ്മ മനസ്സു മാറ്റി വിവാഹത്തിന് സമ്മതിച്ചു കാണുമോ എന്നൊരു പ്രതീക്ഷയും ആ ചോദ്യത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോഴും നമ്മുടെ വിവാഹത്തിന് സമ്മതമല്ല ദേവേട്ട. ആ പേടിയൊന്നും ഇപ്പോഴും അമ്മയുടെ മനസ്സ് വിട്ടു പോയിട്ടില്ല. അവളുടെ മറുപടി ദേവന്റെ മുഖത്തെ ചിരിയുടെ മുനയൊടിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ പ്രസന്നത തിരികെ വീണ്ടെടുത്തിട്ട് അവൻ വീണ്ടും അവളെ നോക്കി ചിരിച്ചു. എന്നിട്ടാണോടി പെണ്ണേ നിനക്ക് സന്തോഷം? അവൻ അവിശ്വസനീയതയോടെ കളിയാക്കി. അത് പിന്നെ അമ്മയ്ക്ക് എതിർപ്പുണ്ടെങ്കിലും എന്നോട് ഒട്ടും ഇഷ്ടക്കുറവൊന്നുമില്ല ദേവേട്ട. അത് പറയുമ്പോ ഗൗരിയുടെ കണ്ണുകൾ തിളങ്ങി. ഞാൻ കാരണം സ്വന്തം മകന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്ന ഭയം മാത്രമേ അമ്മയ്ക്കുള്ളൂ. ആ ഒരു കരുതൽ കൊണ്ടല്ലേ അമ്മ എതിർക്കുന്നത്. അതോർക്കുമ്പോ എനിക്ക് വിഷമമൊന്നുമില്ല, സന്തോഷമാ. ഏതൊരമ്മയും ചെയ്യുന്ന കാര്യമല്ലേ അത്. ഗൗരിയുടെ പക്വതയാർന്ന വാക്കുകൾ കേട്ടപ്പോ ദേവന്റെ ഉള്ളൊന്ന് തണുത്തു. തന്റെ അമ്മയെ ഇത്രയേറെ മനസ്സിലാക്കുവാൻ അവൾക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന തിരിച്ചറിവ് അവളോടുള്ള പ്രണയത്തെ ഒന്നുകൂടി ആഴമുള്ളതാക്കി. മനസ്സ് നിറഞ്ഞാണ് അവൻ അവളെ നോക്കി ചിരിച്ചത്. ആ സമയം ഗൗരി പതിയെ മതിൽക്കെട്ടിന് മുകളിലൂടെ അപ്പുറത്തെ പറമ്പിലേക്ക് ഒന്നെത്തി നോക്കി. വിലാസിനിയമ്മ വീടിനകത്തേക്ക് കയറിപ്പോയെന്ന് ഉറപ്പുവരുത്തിയ ഉടനെ അവൾ കാൽ വിരലുകളിൽ ഉയർന്നു പൊങ്ങി ദേവന്റെ കവിളിൽ അമർത്തി ഒന്ന് ഉമ്മ വെച്ചു. പ്രതീക്ഷിക്കാത്ത ആ സ്നേഹപ്രകടനത്തിൽ ദേവൻ ഒന്ന് അമ്പരന്ന് നിൽക്കുമ്പോഴാണ് വീടിന്റെ വാതിൽ കടന്ന് ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഉമ്മറത്തേക്ക് അവൾ കാൽ വയ്ക്കുന്നതും മുറ്റത്തെ ആ രംഗം കാണുന്നതും ഒരുമിച്ചായിരുന്നു. അയ്യോ! ജാസ്മിൻ ജാള്യതയുടെ മുഖം പൊത്തി. എന്നിട്ട് ചിരി അടക്കാൻ പാടുപെട്ടുകൊണ്ട് തിരിഞ്ഞു നിന്നു. ശബ്ദം കേട്ട് ഞെട്ടി മാറിയ ഗൗരി ചമ്മലോടെ ദേവന്റെ പിന്നിലേക്ക് ഒളിച്ചു കളഞ്ഞു. സോറി കേട്ടോ, ജാസ്മിൻ ചിരിയോടെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ദേവൻ കുലുങ്ങിയില്ല. അവൻ ചിരിച്ചുകൊണ്ട് ഗൗരിയെ തന്റെ മുന്നിലേക്ക് നീക്കി നിർത്തി. അവളുടെ തോളിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ജാസ്മിനെ നോക്കി. നീ എന്തിനടി പെണ്ണ് സോറി പറയുന്നത്? എന്റെ പെണ്ണ് എന്നെയല്ല ഉമ്മ വെച്ചത്. ഒരു പിച്ചുകൊണ്ട് ദേവനൊന്ന് ചാടി ഗൗരിയെ നോക്കി ഒന്ന് കണ്ണുരുട്ടിയിട്ട് അവളുടെ തോളിൽ കൈയിട്ട് കൊണ്ടാണ് പകരത്തിന് പകരം എന്നോണം ദേവൻ മുന്നോട്ട് നടന്നത്. അകത്ത് വാപ്പച്ചിയും ഉമ്മച്ചിയും ഉണ്ട്, പോരാത്തതിന് സെബാസ്റ്റ്യൻ സാറും ജീറ്റ ചേച്ചിയും. ചെല്ല്, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ജാസ്മിൻ കുസൃതി ചിരിയോടെ കളിയാക്കി. അത് കേട്ടതോടെ ഗൗരിയുടെ തോളിൽ നിന്നും ദേവന്റെ കൈ താഴേക്ക് ഊർന്നു. ഗൗരി ഒന്ന് ചാടി. കാര്യം എന്തെന്ന് ജാസ്മിന് മനസ്സിലായില്ല. ഗൗരിയെ നോക്കി കണ്ണിറുക്കിയിട്ട് ദേവൻ മുന്നിൽ കയറി നടന്നു. ഇടമ്പല്ലും കടിച്ച് കപട ദേഷ്യത്തോടെ അവനെ നോക്കി നിന്നവളുടെ ചെവിയിൽ ജാസ്മിൻ എന്തോ ചോദിച്ചു. അതിനു മറുപടി എന്നോണം ജാസ്മിന്റെ കയ്യിൽ നുള്ളി ഗൗരിയും. മുറിക്കകത്തേക്ക് പോലീസ് ഇൻസ്പെക്ടറുടെ യൂണിഫോമിൽ കയറി വന്ന ദേവനെ കണ്ട് അവിടെയിരുന്ന ജാഫറിക്കയും സെബാസ്റ്റ്യൻ സാറും ആമിനത്തയും എല്ലാം ബഹുമാനത്തോടെ എഴുന്നേറ്റു. പോലീസ് യൂണിഫോമിനോടുള്ള ബഹുമാനം. എന്താ ഇക്ക ഇത്? എന്നെ കണ്ട് നിങ്ങളൊക്കെ എഴുന്നേൽക്കുകയോ? ഞാനേ ആ പഴയ ദേവൻ തന്നെയാ. ദേവൻ ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്ന് കസേരകളിലേക്ക് ഇരുന്നു. അല്ല പുള്ളേ, ഈ യൂണിഫോമിൽ കാണുമ്പോഴേ അറിയാതെ എഴുന്നേറ്റ് പോകുന്നതാ. ജാഫറിക്ക ചിരിച്ചു. നീ ഇപ്പൊ വന്നത് എന്തായാലും നന്നായി. സജീവന്റെ കൊലപാതകത്തിന്റെ കാര്യം എന്തായി? അടുത്തു തന്നെ ആളെ പിടികൂടാൻ സാധ്യതയുണ്ടോ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അക്ക. അതിന് പിന്നിൽ ആരായാലും താമസിയാതെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഉറച്ച ശബ്ദത്തിൽ പറയുന്നതിനിടയിലും അവന്റെ കണ്ണുകൾ വാതിൽക്കൽ നിന്നിരുന്ന ഗൗരിയെ ഒന്നൊഴിഞ്ഞു. അല്പം മുന്നേ തന്റെ മേലെ അവൻ കാട്ടിയ കുസൃതിയോർത്ത് ജാസ്മിന്റെ തോളിൽ ചാരി നിന്ന് ചിരിക്കുകയായിരുന്നു അവൾ. അവന്റെ നോട്ടം കണ്ട ജാസ്മിൻ
ഗൗരിയുടെ കയ്യിലൊന്ന് തോണ്ടി. പോലീസുകാരൻ ഇന്ന് അല്പം റൊമാൻറ്റിക് ആണല്ലോ മോളെ അവൾ പതിയെ പറഞ്ഞു. ഇന്ന് മാത്രമല്ലടി, എന്നും ഇങ്ങനെയാ, അറിയുന്നത് ഇന്നാണെന്ന് മാത്രം. ജാസ്മിൻ മുഖം തിരിച്ച് കണ്ണും മിഴിച്ച് അവളെ നോക്കി. ഇതിനിടയിൽ ആമീനാത്ത കാവിലെ അമ്മയുടെ കഥയും ആ കോപത്തെക്കുറിച്ചും ശാപത്തെക്കുറിച്ചുമൊക്കെ ജിറ്റയോട് വാചാലയാകുകയായിരുന്നു. ആരികത്തെ തറവാട്ടിലെ ആ പഴയ കഥകളും ഗൗരിയുടെ കുടുംബം നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും ഒക്കെയായിരുന്നു അവരുടെ വിഷയം. എന്തായാലും വിശ്വം കൂടെയുള്ളത് നമുക്കൊരു ധൈര്യ. അല്ലെങ്കിൽ ആ രാജേന്ദ്രനും സദാനന്ദനും കൂടി ഗൗരിയെ എപ്പോഴേ അകത്താക്കിയേനെ. വിശ്വസിക്കാൻ ഒക്കത്തില്ല, കള്ള കൂട്ടങ്ങളാണെന്നേ. പറഞ്ഞു മനസ്സിലാക്കും പോലെ ജാഫറിക്ക സെബാസ്റ്റ്യൻ സാറിനെ നോക്കി. ഗൗരി ഇവിടെ ഒറ്റക്കാണല്ലോ എന്ന് കരുതിയാ ഞങ്ങൾ വന്നത്, സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു. എല്ലാവരെയും കണ്ടപ്പോ സന്തോഷമായി. ബന്ധുക്കളാരും സഹായത്തിനില്ലെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വലിയൊരു ആശ്വാസം തന്നെയാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, വിലാസിനിയമ്മതേ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ആമീനാത്ത പറഞ്ഞത് തന്നോടാണെന്ന് മനസ്സിലാക്കിയ ദേവൻ തലകുലുക്കി. ഓവ്, ഗൗരി പറഞ്ഞു. ഓരിക്ക് ഇവളോട് ദേഷ്യം കാണുമെന്നാ ഞാൻ കരുതി. അതില്ലാത്തത് തന്നെ പഠിച്ചോന്റെ കൃപ. ഇനിയിപ്പോ പേടിയൊക്കെ മാറി, ആ മനസ്സ് എന്നായാലും മാറും ദേവാ. ആമീനാത്തയുടെ വാക്കുകളിൽ ഗൗരിയെക്കുറിച്ചുള്ള സന്തോഷവും ആശ്വാസവും നിറഞ്ഞു നിന്നിരുന്നു. അത് കേട്ടപ്പോ ജാഫറിക്കയും ദേവനെ നോക്കി. വിലാസിനി അമ്മയെ കുറ്റപ്പെടുത്തണ്ടെന്ന്, അതൊക്കെ പഴയ മനസ്സുകളല്ലേ. ഇനിയിപ്പോ അമ്മ സമ്മതിച്ചില്ലേലും ഗൗരിയുമായിട്ടുള്ള അന്റെ വിവാഹത്തിന് ഞമ്മളൊക്കെ ഉണ്ടാവും. അതിനി എന്നാ, ഇനി എങ്ങനെ നീട്ടിക്കൊണ്ടു പോണാ? ജാഫറിക്കയുടെ ചോദ്യം കേട്ട് ഗൗരിയുടെ കണ്ണുകളിൽ തെളിഞ്ഞ ആകാംക്ഷ ദേവന്റെ ചുണ്ടിൽ ചിരി ഉണർത്തി. സജീവന്റെ കൊലപാതക കേസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടേക്ക. സമാധാനത്തോടെ താലി കിട്ടിയാലല്ലേ അതിനൊരു ഭംഗിയുള്ളൂ. ദേവന്റെ മറുപടി ജാഫറിക്ക തല കുലുക്കി സമ്മതിച്ചു. അതൊരു സത്യമാണ് ഉള്ളേ, സമാധാനമാണല്ല പ്രശ്നം. ആ പിന്നൊരു കാര്യം, നീ ഇവൾക്ക് ആ സൊസൈറ്റിയിൽ ജോലി വാങ്ങിക്കൊടുത്തത് എന്തായാലും നന്നായി. ഓൾക്കതൊരു വലിയ ആശ്വാസമാണ്, സ്വന്തം കാലിൽ നിൽക്കാല്ല. അതിനും മറുപടി പറയാതെ ദേവൻ തല കുലുക്കുന്നതിനിടയിലാണ് സെബാസ്റ്റ്യനും ജിറ്റയും എഴുന്നേറ്റത്. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ, സെബാസ്റ്റ്യൻ സാർ യാത്ര ചോദിച്ചു. അവരെ യാത്രയാക്കാൻ എല്ലാവരും ഒരുമിച്ചാണ് വരാന്തയിലേക്ക് ഇറങ്ങിയത്. ഒരിക്കൽ കൂടി എല്ലാവരോടും പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ സാറും ജിറ്റയും മുറ്റത്തേക്ക് ഇറങ്ങി. അവർ നടന്നു പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു എല്ലാവരും. ഗൗരിയോട് ചേർന്ന് നിൽക്കുകയായിരുന്ന ദേവൻ പെട്ടെന്നാണ് പടികളിലേക്ക് ഇറങ്ങിയത്. സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, മറന്നുപോയി. എല്ലാവരോടും എന്നോണം പറഞ്ഞിട്ട് അവൻ ധൃതി പിടിച്ച് അവർക്കു പിന്നാലെ ചെന്നു. അവർ ഗേറ്റിനപ്പുറം നിന്ന് സംസാരിക്കുന്നത് ഗൗരി ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്നാലും മോരിക്ക് പടച്ചോനൊരു കൊച്ചിനെ കൊടുക്കാത്തത് വലിയ കഷ്ടം തന്നെ ആയിപ്പോയി. ആമിനാത്ത അവരെ നോക്കി വിഷമത്തോടെ താടിക്ക് കൈകൊടുത്തു. കവലയില്ല ശങ്കരൻ വൈദ്യരെ ഒന്ന് പോയി കാണാൻ ഞാൻ ഓളോട് പറഞ്ഞതാ, കേൾക്കണ്ടേ? ഉമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? അവർക്ക് ചിലപ്പോ അതൊന്നും ഇഷ്ടാവില്ലാട്ടോ. ജാസ്മിൻ ഉമ്മച്ചിയെ കുറ്റപ്പെടുന്ന പോലെ നോക്കി. ഈ ചൊന്ന് ഓടി, ഒരു പ്രശ്നം വരുമ്പോ മനുഷ്യന്മാരെ സഹായിക്കുന്നത് മോശാ? അവളുടെ കുറ്റപ്പെടുത്തൽ ഇഷ്ടപ്പെടാത്തതുപോലെ ആമീനാത്ത ചറഞ്ഞു. ജാഫറിക്ക ഉമ്മയും മോളുമായുള്ള സംസാരത്തിൽ പങ്കെടുക്കാതെ നിന്നപ്പോ ഗൗരിയുടെ നോട്ടം ഗേറ്റിനപ്പുറം നിന്ന് സംസാരിക്കുന്ന ദേവനിലും സെബാസ്റ്റ്യൻ സാറിലും ഉടക്കി നിന്നു. വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ ആ രണ്ടുപേരുടെയും മുഖത്ത് തെളിഞ്ഞു കണ്ട ഗൗരവം, അവർ സംസാരിക്കുന്ന വിഷയവും ഗൗരവം നിറഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അല്പനേരത്തെ സംഭാഷണത്തിന് ശേഷം ഗൗരവത്തോടെ തലയാട്ടി സെബാസ്റ്റ്യൻ സാറും ഒപ്പം ജിറ്റയും നടന്നു നീങ്ങിയപ്പോ ദേവൻ തിരികെ വരാന്തയിലേക്ക് കയറി. സാധാരണ പോലൊരു ചിരി അപ്പോൾ അവന്റെ മുഖത്തുണ്ടായിരുന്നു. എന്തോ പന്തികേട് പോലെ തോന്നിയ ഗൗരി മുഖം ചൊടിച്ചു നിൽക്കുന്നതിനിടയിൽ ജാഫറിക്കയും ഇറങ്ങാനുള്ള വട്ടം കൂട്ടി. യാത്ര പറഞ്ഞു പോകുന്ന പോക്കിൽ ജാസ്മിൻ ഗൗരിയെ നോക്കി ആരും കാണാതെ കണ്ണിറുക്കി. ഗൗരി അവളെ തിരികെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും പോയതോടെ വീട് വീണ്ടും നിശബ്ദമായി. ദേവൻ അകത്തേക്ക് കയറി സോഫയിൽ ഇരുന്നപ്പോ വാതിലടച്ച് തിരിഞ്ഞ ഗൗരി ഓടിച്ചെന്ന് അവന്റെ മടിയിലേക്ക് ചാഞ്ഞു. അവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് തല ചായ്ച്ചു. എന്തോന്നാ നേരത്തെ കാട്ടി? കണ്ണുകൾ ചൊളിച്ച് ഉറുമ്പോടെ നോക്കിയവരുടെ ശരീരത്തിൽ ദേവന്റെ കൈകൾ വീണ്ടും കുസൃതി കാട്ടി. ഇതാണോ ഉദ്ദേശിച്ച്? ഈ ഓടന്ന് കൈകൊണ്ട് അവനെ ഒന്ന് തള്ളി മാറ്റിയെങ്കിലും പിരിയാനാവാത്ത വിധം വീണ്ടും അവൾ അവനിലേക്ക് തന്നെ ഒട്ടി. ദേവൻ അവളെ പൊക്കിയെടുത്ത് മടിയിലേക്ക് ഇരുത്തിയിട്ട് ചുണ്ടുകളോട് ചുണ്ടുകൾ ചേർത്തു. ആ നിമിഷം ലോകത്തിലെ എല്ലാ സുരക്ഷിതത്വവും അവന്റെ ആ കൈകൾക്കുള്ളിലാണെന്ന് അവൾക്ക് തോന്നി. പ്രണയത്തിന്റെ ആഴവും പരപ്പും മൗനമായി അവർ പങ്കുവച്ചു. കണ്ണുകൾക്കു മനസ്സിലാകുന്ന ഭാഷയിൽ ഹൃദയങ്ങളും സംസാരിച്ചു. അല്പനേരത്തിന് ശേഷം മെല്ലെ മുഖമുയർത്തിയ ഗൗരി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി.
എന്താ സെബാസ്റ്റ്യൻ സാറോട്ട് സംസാരിച്ചത്? പറയാം, നീ ഇരിക്ക്. ദേവൻ അവളെ അരികിലേക്ക് ഇരുത്തി. ഗൗരി അവന്റെ തോളിലേക്ക് വീണ്ടും തല ചായച്ചു വെച്ചു. ഈ സെബാസ്റ്റ്യൻ സാറിനെ ഒരു അനിയനുണ്ട്, ക്രിസ്റ്റഫർ. ദേവൻ പറഞ്ഞു തുടങ്ങി. ആ പേര് കേട്ടതും ഗൗരി തല ഉയർത്തി. അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ അനന്തന്റെയും അരുണിന്റെയും ബാച്ച്മേറ്റ് ആയിരുന്നു. നീ ഓർക്കുന്നില്ല അവനെ? അന്ന് കോളേജിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയവൻ. ഉവ്വ്. ഗൗരിയുടെ ശബ്ദം നേർത്തു. ഓർമ്മകൾ 6 വർഷം പിന്നിലേക്ക് പാഞ്ഞു. അന്ന് ദേവേട്ടൻ ഓട്ടോറിക്ഷയിൽ കോളേജിന്റെ പടിക്കലാക്കിയിട്ട് പോകുമ്പോൾ അവിടെ വെച്ച് സെബാസ്റ്റ്യൻ സാറിനോടൊപ്പം ക്രിസ്റ്റിയെ കണ്ടത് അവൾ ഓർത്തു. കോളേജിന്റെ വരാന്തയിലേക്ക് കയറുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയപ്പോ ഗേറ്റിനടുത്ത് നിന്ന് അവൻ നോക്കിയ നോട്ടവും ഓർമ്മയിലുണ്ട്. അവൻ അന്നിവിടെ വന്നത് ഒരുത്തിനെ തല്ലി കൊല്ലാറാക്കിയിട്ടായിരുന്നു എന്നറിയാമോ? ദേവൻ ചോദിച്ചു. എന്തോ പ്രശ്നമുണ്ടാക്കിയിട്ടാണ് അയാളന്ന് നാട്ടിൽ നിന്നും പോകുന്നതെന്ന് സെബാസ്റ്റ്യൻ സാറെന്ന് പറഞ്ഞായിരുന്നു. ആ, അവനെന്ന് തല്ലി കൊല്ലാറാക്കിയത് ആരെയാണെന്ന് നിനക്കറിയോ? ഇല്ല. ഗൗരി ആകാംക്ഷയോടെ നോക്കി. ആ രാജേന്ദ്രന്റെ അളിയൻ ഗംഗാധരന്റെ മകനെയാ. ഗൗരി ഞെട്ടിപ്പോയി. അവൾക്കതൊരു പുതിയ അറിവായിരുന്നു. ആ ചെറുക്കന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞത്. അതിന് പകരമായിട്ട് അവനെ തല്ലി പരുവമാക്കിയിട്ട് അവൻ വണ്ടി കയറി ഇങ്ങോട്ട് പോകുന്നത്. ഇവരുടെ കടപ്പേൽ തറവാട് ആ നാട്ടിലെ വലിയൊരു കുടുംബമാണ്. അന്വേഷിച്ചപ്പോ ഈ സെബാസ്റ്റ്യൻ സാറും പണ്ടുകാലത്ത് അത്യാവശ്യം തല്ലും വഴക്കും ഒക്കെ ആയി നടന്നിരുന്ന കക്ഷിയാ. പിന്നെ ഗൗരിക്ക് അതൊട്ടും വിശ്വസിക്കാനായില്ല. ശാന്തശീലനായ സെബാസ്റ്റ്യൻ സാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ. അതേടി പെണ്ണെ, ഇപ്പോ ആളൊന്നും മാറിയെന്നേ ഉള്ളൂ. പക്ഷെ ഈ ക്രിസ്റ്റി അങ്ങനെയല്ല. ആളെപ്പോഴൊരു പ്രശ്നക്കാരനാ. ഇവിടെ വന്നതിൽ പിന്നെ അവൻ നിന്റെ വല്യച്ഛന്റെ മകനെ അരുണുമായിട്ട് നല്ല കൂട്ടുകെട്ടിലായിരുന്നു. അന്ന് സജീവനും വിഷ്ണുവും ഒക്കെ കൂടി അനന്തനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്താ ഈ ക്രിസ്റ്റി ഇവിടെ നിന്ന് തിരികെ പോകുന്നത്. ദേവൻ ഒന്ന് നിർത്തി ഗൗരിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ ആ കാര്യത്തിൽ എന്തെങ്കിലും അറിയാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം. അതൊരു വൈൽഡ് ഗസ്സാണ്. അവനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാ ഞാൻ സാറിനെ തടഞ്ഞു നിർത്തിയത്. ദേവൻ പറഞ്ഞു നിർത്തിയപ്പോ ഗൗരിയുടെ മനസ്സ് കലുഷിതമായി. പഴയ കാര്യങ്ങൾ, മറക്കാൻ ശ്രമിച്ച ഓർമ്മകൾ എല്ലാം വീണ്ടും തിരയടിച്ചു വരുന്നത് പോലെ അവൾക്ക് തോന്നി. അനന്തേട്ടന്റെ തിരോധാനവും ക്രിസ്റ്റിയുടെ തിരിച്ചുപോക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? ആ ചോദ്യം അവളുടെ മനസ്സിൽ ഒരു തിരമാല കണക്ക് ഓളങ്ങൾ നിറച്ചു. ആ സമയം അവളുടെ ഭാവങ്ങൾ ആകാംക്ഷയോടെ വീക്ഷിക്കുകയായിരുന്ന ദേവന്റെ നെറ്റി ചൊളിഞ്ഞിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you.